നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ഒരു ചരിത്രത്തെ പറ്റി അറിഞ്ഞിരിക്കണം. 1947 നമുക്ക് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് 72 വർഷം മുന്നേ നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1861 അമേരിക്കയിലെ സിവിൽ വാർ കാരണം അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കോട്ടൺ കയറ്റുമതി ചെയ്യുന്നത് ഓവർനൈറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടന് ഗ്ലോബലി നല്ലൊരു ഡിമാൻഡ് വരികയും അതിനുശേഷം ലോകത്തെ ഒരു കോട്ടൺ ട്രേഡിംഗ് ഹബ്ബായി നമ്മുടെ ബോംബെ മാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ കോട്ടന്റെ വില 3-4 ഇരട്ടിയായിരുന്നു വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ജോലി കളഞ്ഞുകൊണ്ട് കോട്ടൺ ബിസിനസ്സിലേക്ക് വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ആ സമയത്ത് കോട്ടൺ ബിസിനസ് ചെയ്യുന്നവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1865 അമേരിക്കയുടെ സിവിൽ വാർ അവസാനിക്കുകയും ബാക്ക് ടു അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കോട്ടൺ കയറ്റുമതി ചെയ്യുകയും ചെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള വിലയിടിവാണ് ബോംബെയിലുള്ള കോട്ടൺ ബിസിനസ്സുകാർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൂടെ വലിയ രീതിയിലുള്ള നഷ്ടം നമ്മുടെ ഈ ഒരു ബോംബെയിലുള്ള കോട്ടൺ ബിസിനസ്സുകാർക്ക് വന്നിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 1875 ചങ്കൂറ്റത്തോടു കൂടി തന്നെ 22 ബ്രോക്കേഴ്സ് ഒത്തുചേർന്നുകൊണ്ട് ഇനി ഈ ഒരു ബ്രിട്ടീഷ് ഡോമിനന്റ് സിസ്റ്റം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ തുടങ്ങിയതാണ് ഇന്നത്തെ BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.